കല്യാണം കഴിഞ്ഞിട്ട് 35ാമത്തെ ഓണമാ. അതെ. ആ ഇനി എത്ര ഓണത്തിന് നമ്മൾ ഉണ്ടാവുമോ എന്തോ. എന്തു വർത്താനായി പറയുന്നത്? നിങ്ങൾ ഒരു കാലന് പോലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നീ പകപോക്കാണോ? കളിയാക്കുവാണോ? പത്മനാഭൻ ഇല്ലെങ്കിൽ ഈ സരസ്വതി ഇല്ല, സരസ്വതി ഇല്ലെങ്കിൽ ഈ പത്മനാഭനും ഇല്ല. അതെനിക്കൊന്ന് ആലോചിക്കണം. അല്ല ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ ഈ ഓണത്തിനെങ്കിലും നമ്മുടെ മക്കള് വരുവോ? അയ്യോ, അമേരിക്കയിലുള്ള മോനും ഗൾഫിലുള്ള മോനും ഈ ഓണത്തിൽ എത്തും ഉറപ്പാ. നിങ്ങൾ എന്ത് പറഞ്ഞാ വിളിച്ചത്? അതിനുള്ള മടിയാ ചെയ്തിട്ടുണ്ട്. ഞാൻ ടെലഗ്രാം അടിച്ചിട്ടുണ്ട്. അവരിവിടെ പറന്നെത്തും. ഈ ഓണത്തിന് മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും. സരസ്വതി, അയ്യോ, എന്നാ അവർക്ക് വേണ്ടി ഓണസദ്യ ഒരുക്കണ്ടേ? നീ ഒന്നും ഉണ്ടാക്കണ്ട. അതെന്ത്? ഞാൻ പുറത്ത് പാചകക്കാരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം റെഡിയാക്കാൻ. ഓ, അത് വേണ്ടായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിയേനെ. ഓണത്തിനെങ്കിലും വായിക്കൊരു ചേട്ടൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഹലോ, ഇതാ ഞാൻ പറഞ്ഞ പാചകക്കാര്. തവിയെ കൊണ്ടാണോ നടക്കുന്നത്? അതെ, ബാക്കിയെല്ലാം സാധനം വന്നിട്ടുണ്ട്. ആണല്ലേ? പിന്നെ വിദേശത്തുള്ള എന്റെ മക്കളൊക്കെ വരുന്നുണ്ട് ഓണത്തിന്. അപ്പൊ നമുക്ക് എത്ര കിലോ അരി ഇട്ട് വെക്കേണ്ടി വരും? ഒരു 10 കിലോ അരി കുറഞ്ഞത് വേണം. കുറഞ്ഞത് വേണ്ട, കൂടിയ അരി തന്നെ ഇട്ട്. ഓണമല്ലേ, എന്തിനാ കുറക്കണത്? ഈ പുള്ളി തോൽവിയാണല്ലോ. 10 കിലോ അരിയെങ്കിലും വേണമെന്നാ പറഞ്ഞേ. ആണോ? അതെ, ചോറ് നല്ല മണി പോലെ കിടക്കണം. അതെന്നാ കഴിക്കുമ്പോ കിണി കിണിന്ന് കേൾക്കാനാണോ? താൻ അതിനും വലിയ തോൽവിയാണല്ലോ. 2 പെണ്ണുങ്ങൾ അടുക്കളയിലേക്ക് വിട്ടേക്കണം. എന്നാത്തിനാ? തിരുമാൻ, തേങ്ങ തിരുമാനെന്ന്. അതൊക്കെ വിട്ടേക്കാം. കറക്റ്റായിട്ട് പറഞ്ഞല്ലേ തെറ്റിദ്ധരിക്കും. ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. ചെല്ലി ചെല്ലി ചെല്ലി. എന്നാ സരസ്വതി, നീ പോയി 2-3 ഇല അങ്ങ് വെട്ട്. സദ്യക്ക് വിളഞ്ഞൊരു കൊലയുണ്ട്, അത് ഞാനും വെട്ടും. എന്റെ പൊന്നച്ഛൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. എന്റെ അച്ഛൻ എനിക്കൊന്ന് ലാസ്റ്റായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. എന്റെ പൊന്നച്ഛാ, എന്റെ പൊന്നച്ഛാ, മക്കളെ, അച്ഛന്റെ മോ എന്ത് വെച്ചടാ? അപ്പൊ എന്റെ അമ്മ, എന്റെ അമ്മ, എന്റെ പൊന്നമ്മ, എന്റെ അമ്മ എന്നെ വിട്ടു. എന്റെ അമ്മ, എനിക്കറിയാം മക്കളെ, പറ്റിക്കാം. നീ എന്തിനാടാ കരയുന്നേ? കണ്ടോ, അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. മാമന്നപ്പ വിളിച്ചോണ്ട് എന്റെ അമ്മ. എടാ, വന്നു കറിയാ വേണം. നീ എന്തിനാ മോങ്ങുന്നേന്ന്? അമ്മ അച്ഛനൊന്നും ചത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മരിച്ചില്ലേ? ഇല്ല. നിങ്ങൾ എമർജൻസി ആയിട്ട് കയറി വരാൻ പറഞ്ഞതാ. എടാ, വരുമ്പോ ഒരു എമർജൻസി ലൈറ്റുമായിട്ട് വന്നോന്നാ പറഞ്ഞത്. എന്റെ പൊന്നച്ചാത്ത ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒന്നുമല്ല. ഞാൻ അവിടെ നിന്ന് എമർജൻസി ടിക്കറ്റ് കൊടുത്തിട്ട് എത്ര മണിക്കൂർ യാത്ര ഇവിടെ വരുന്നതെന്ന് അറിയാമോ? മക്കളെ, ഓണമൊക്കെ അല്ലേ, മക്കളുമായിട്ടൊന്ന് ഓണം ആഘോഷിക്കണമെന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമില്ല. എത്ര വർഷമായിടാ നിങ്ങൾ പോയിട്ട് ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ? നീ എന്നിട്ട് ഒറ്റയ്ക്കാണോ വന്ന്? അവളെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എന്റെ അമ്മ അവക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നേ. നിന്നെയാണോ പഠിക്കണം? അല്ലല്ല, പിന്നെ അച്ഛാ അവക്ക് 10-16 ഭാഷ അറിയാച്ചാ. അയ്യോ, ഇതൊക്കെ എങ്ങനെ പഠിച്ചടാ? എന്തായാലും നിന്റെ ഞാൻ സമ്മതിച്ചിരിക്കണം. ഒരു ഭാഷ അറിയാവുന്ന നിന്റെ അമ്മയുടെ അടുത്ത് പൊറുക്കാനുള്ള പെടാപ്പാട് എനിക്കറിയാം. അപ്പോൾ ആ 16 ഭാഷയുള്ള ഒരു ഭാര്യയായിട്ട് ജീവിക്കണം. നിന്നെ ഞാൻ സമ്മതിച്ചടാ പ്രഭു. എന്റെ അച്ഛാ, എനിക്ക് അതിനൊന്നും ഒരു വിഷയമില്ല. കാരണം എനിക്ക് മലയാളം മാത്രമല്ലേ അറിയാവൂ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവില്ല. നീ അമേരിക്ക തന്നെ ആണോടാ? ജനിക്കുന്നെങ്കിൽ അമേരിക്കയിൽ ഒരു പട്ടിയായിട്ടെങ്കിലും ജനിക്കും. ജനം കറക്റ്റാ, സ്ഥലമാണ് കറക്റ്റാ. മകനാണേലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അച്ഛനമ്മയോട് ഞാനൊരു കാര്യം പറയാം. മാസം നിങ്ങളുടെ പൈസ ഞാൻ ഇവിടെ അയച്ചു തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ബ്ലൈഡിന് പൈസ ശരിയായില്ല. അല്ല, അയ്യോ, ഞാൻ പോലും അറിയാം. നിങ്ങൾ എന്തിനാ ബ്ലേഡിന് പൈസ എടുത്തത്? എടി, അതൊന്നും അല്ല. ഓണമല്ലേ, അപ്പൊ ഷേവ് ചെയ്യാനായിട്ട് ബ്ലേഡ് മേടിക്കാൻ ഒരു 3 രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്താനാണ് ഈ പറയുന്നത്. ഫോണിലും മെസ്സേജ് വന്നപ്പോ എന്റെ ചങ്കടിച്ചു പോയത്. ആരോടെ ചോദിച്ചിട്ട് 3 രൂപ എടുത്ത? അല്ല, പോട്ടാവേ നീ. അയ്യോ, കണ്ടാടി അവരുടെ സ്നേഹം കേട്ടോ മക്കളുടെ. ലക്ഷണം കെട്ടിട്ട് സ്നേഹമല്ലേ ഇവര് തമ്മിൽ ഇടിവെക്കുന്നതായിട്ടാ തോന്നുന്നത്. നല്ലൊരു ദിവസമായിട്ട് ഇടിവെക്കാണ്. നല്ലൊരു ദിവസമായിട്ട് കിടന്ന് ഇടിവെക്കണം. എന്നാ പിന്നെ നാളെ ഇടിവെക്കാ ചതാൻ പച്ച മാഫിയ ശേഷം ഞങ്ങൾക്ക് വിട്ടുവരുമല്ലോ. ഇവിടെ സ്വഭാവത്തിന് ഒരു കുറവില്ലല്ലോ. നിങ്ങൾ എന്തിനാണോ തമ്മിൽ ഇടി പിടിക്കുന്നത്? എന്തിനാ ഈ ചേട്ടൻ ഞങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞു നടക്കണെന്ന് അച്ഛൻ അറിയാവോ? എന്ത് പറഞ്ഞു? ഞാൻ മറ്റേ ഗൾഫില് ഈന്തപ്പനയുടെ മേളിൽ കയറണം, ചേട്ടൻ ഒട്ടകത്തിനെ കറക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കണത്. എന്ത് സത്യമല്ലേ? ഞാൻ കാര്യം തന്നെ പറഞ്ഞ ഞാൻ പറഞ്ഞത് ശരിയല്ല. ആക്ച്വലി ഞാനാണ് തളപ്പെട്ട് ഈന്തപ്പനയുടെ മേളിൽ കയറുന്നത്, അവളാണ് ഒട്ടകത്തിന് പാല് ചേർക്കാൻ പോകുന്നത്. പറഞ്ഞ തിരിഞ്ഞു പോയി. അത് ശരിയായില്ല. പറഞ്ഞപ്പോ തിരിഞ്ഞു. അതിന് ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമുണ്ടോ? അച്ഛൻ ഇത്രയൊക്കെ പറയണില്ലേ? ഈ ചേട്ടൻ അവിടെ എന്താ ജോലി എന്ന് അച്ഛൻ ചോദിച്ചോ? നിനക്കെന്താണ് അവിടെ ജോലി? ഞാനവിടെ വലിയൊരു ബിസിനസ്സിലാണ്. സേവിംഗ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. കേട്ടോടാ, നിന്നെ പോലെയല്ല, സേവിംഗ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. എന്തുവാ ഈ സേവിംഗ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പറഞ്ഞാലേ?
അതായത് അങ്ങനെ ഒരു വലിയൊരു വലിയൊരു കമ്പനി. ഭയങ്കര വലിയ കമ്പനിയാ. എന്റെ അച്ഛ അതായത് ഈ ന്യൂയോർക്ക് സിറ്റി മുഴുവൻ നേരം എടുത്ത് അളിയെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി കൊടുക്കുന്നു, ക്ലീൻ ആക്കുന്നു. അതിനാണ് ഈ സേവിംഗ് ഡിപ്പാർട്ട്മെന്റ്. ന്യൂയോർക്ക് മൊത്തം തൂത്ത് വൃത്തിയാക്കി സിറ്റി മൊത്തം തൂക്കണ്ട. അച്ഛാ അവിടുത്തെ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ട് മിറ്റം മാത്രം. ഈ വില്ലേജ് ഓഫീസിന്റെ എത്ര സെന്റ് ഉണ്ട് മൊത്തം? വില്ലേജ് ഓഫീസിന്റെ മിറ്റം ഒരു 45 ഏക്കർ വരും. അത്ര മതി. രാവിലെ 6 മണിക്ക് പോയി പിറ്റേന്ന് രാവിലെ 6 മണിക്ക് വീട്ടിൽ എത്താച്ചാ. അല്ലടാ മക്കൾ, അവിടെ ഇതിന്റെ മെഷീൻ ഒന്നും ഇല്ലേ? ആ മെഷീനാണ് ഞാൻ എന്തുവാടാ ഇത്? അവിടുന്ന് ഇവിടെ വന്ന് കിടന്നോണ്ട് ബഹളം വെക്കുന്നു, വഴക്കിടുന്നു. അച്ചിക്കോന്തൻ പെണ്ണുമുള്ള വീട്ടിലാ കിടക്കുന്നത്. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞല്ലോ, അമേരിക്കയിലെ മുഴുവൻ ആണുങ്ങളും അച്ചിക്കോന്തമാരാണ് പെണ്ണുമുള്ള വീട്ടിലാ കിടക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റ് വരെ ഉണ്ടല്ലോ വൈഫ് ഹൗസിലാണ് താമസിക്കുന്നത്. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ പത്രത്തെ വായിച്ചു. എടി, അത് വൈഫ് ഹൗസ് അല്ല, വൈറ്റ് ഹൗസ്. അവർക്ക് താമസിക്കാനുള്ള വസതിയാണത് വൈറ്റ് ഹൗസ്. അതാണ് സംഭവം. ഞാൻ അത് കുറെ നാളുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴേ ഞാൻ ആലോചിക്കണം, അല്ലെങ്കിൽ ഇത്രയും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആള് എന്തിനീ ഭാര്യയുടെ വീട്ടിൽ ഒന്ന് കിടക്കണം? അല്ലേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വൈഫ് ഹൗസിൽ എന്റെ മകന് തൂപ്പി വലി കിട്ടിയത് അച്ഛന്റെ ഭാഗ്യം ആണല്ലേ. മക്കളെ, ഈ പെട്ടിക്കകത്ത് മുഴുവൻ അമ്മയ്ക്കുള്ള സാധനങ്ങളാണോ? അമ്മ ഇതിനകത്തൊന്നുമില്ലമ്മ. അമ്മയ്ക്ക് എന്റെ ഭാര്യ തന്നുവിട്ടത് ഒരു കാലിപ്പെട്ടി, അമ്മയുടെ പഴയ സാരി ഇതിനകത്ത്. പിന്നെ അവിടെ 2 പാറ്റാകൊളി ഇട്ടിട്ടുണ്ട്. അവള് പറഞ്ഞു പാറ്റാകൊളി ഇട്ട് കഴിഞ്ഞാൽ സാരി വെട്ടാൻ പാറ്റ കയറൂല. ഇത് എവിടെ വെക്കണം അമ്മ? സൂക്ഷിച്ച് നിന്റെ അമ്മയുടെ തലേ കൊണ്ടുപോയി അകത്തോട്ട് പോയിടാ. ഓണായിട്ട് വെറുതെ ആവശ്യമില്ല. കൊണ്ടുപോയി മുറി കൊണ്ടുപോയി. അതാച്ചാ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. എന്താടാ? പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു. അയ്യോ, കോടീശ്വരനായ അവൻ എന്തിനാടാ ജീവിതം അവസാനിപ്പിച്ചത്? വല്ല കാര്യമുണ്ടോ അവന്? ആര്? ബാഹുബലിയിലെ പ്രഭാസ്. അയ്യോ, പ്രവാസ ജീവിതം അവസാനിപ്പിച്ചെന്നല്ല, പിന്നെ ഞാൻ എന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു. ഗൾഫിലേക്ക് ഇനി മടക്കമില്ല. എന്നാടാ മക്കളെ കാര്യം? അത് ഈ ഗൾഫിൽ വെച്ച് ചെറിയൊരു കയ്യബദ്ധം പറ്റി. എന്നാ പറ്റി? ഗൾഫിൽ വെച്ച് എന്റെ അക്കാമ്മ നഷ്ടപ്പെട്ടു പോയി. അയ്യോ, പോയി. പോയോ? എത്ര നാളായി നഷ്ടപ്പെട്ടിട്ട്? ഞാൻ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തായിരുന്നല്ലേ. പോയത് പോയി, നാട്ടുകാരെ മുഴുവൻ അറിയിച്ചാടാ വിവരദോഷി. അച്ഛാ, നമ്മളങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ കാരണം ഇത് പരസ്യം കണ്ടോണ്ട് കൈ കിട്ടുന്നവരാരെങ്കിലും ഉണ്ട് തിരിച്ചു തരണം. അതിനു വേണ്ടിയാണ് ഞാൻ പരസ്യം കൊടുത്തത്. മക്കളെ, നിനക്ക് വിശേഷം വല്ലതും ആയാടി? ഒരൊറ്റ അടി വെച്ച് തരും. അവന്റെ അക്കാമ പോയെന്ന് പറഞ്ഞപ്പോഴാണ് വിശേഷം ചോദിക്കണ. നീ വന്നേടാ. എവിടെ വെച്ചാടാ പോയത്? അതാച്ചാ, അത് സംഭവം എന്ന് വെച്ചാലേ, ഞാൻ ഈ ഒട്ടകത്തിന് കാടി കൊടുക്കാൻ വേണ്ടി പോയപ്പോ ഈ അക്കാമ എടുത്ത് പാന്റിന്റെ പാക്കറ്റ് ഇട്ടു. അങ്ങനെ ഒട്ടകത്തിന് കാടി കൊടുക്കാൻ ഒട്ടകത്തിന് മുമ്പ് ചെന്ന് മുട്ടും കുത്തിയിരുന്നതും ഒട്ടകം ഒറ്റക്കാ പപ്പട അങ്ങ് എടുത്തു. എന്റെ മകളുടെ ജീവിതം വെറുതെ ആയല്ല ദൈവമേ. അക്കാമ ഇല്ലാതെ. അച്ഛൻ ഈ അക്കാമ എന്ന് വെച്ചാൽ എന്താണ് അച്ഛന്റെ ഉദ്ദേശം? അച്ഛന് മനസ്സിലായിട്ട് അക്കാമ എന്താന്ന്? അയ്യോ അച്ഛാ, അക്കാമ എന്ന് വെച്ചാൽ ഗൾഫിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാൻ അറബി വരുന്ന ലൈസൻസ് ആണ് അക്കാമ. അതാണ് ഈ ഒട്ടകം തിന്നത്. പിന്നല്ലോ. അപ്പൊ ഒട്ടകത്തിന് ഏത് സമയം വേണേലും ഇറങ്ങി നടക്കാല്ല. എന്താ സർട്ടിഫിക്കറ്റ് അതിന്റെ വയറ്റിൽ കിടക്കല്ലേ? ഒരു കുഴപ്പമില്ല. അത് ഞാൻ ചിന്തിച്ച കേസില്ല. മണി 12 എല്ലാം കഴിക്കണ്ടേ? പാചകക്കാരുണ്ടോ ഇവിടെ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നാരാ? എവിടെ എവിടെ? സൂപ്പർ. എന്തുവാടാ? നല്ലൊരു ഓലൻ. ഓലൻ അടിപൊളി. എന്തുവാടാ? തോരൻ തോരൻ അടിപൊളി. എങ്ങനെ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടത്. അപ്പൊ അത് 2 ഇറക്കി വിട്ടേ. കറക്റ്റാ, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല കൈപ്പുണ്യം. നല്ല കൈപ്പുണ്യം. എന്നെ മനസ്സിലായില്ല. ഇല്ല, എന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേ. ഇയാളെ കുറിച്ച് എന്നാ പെണ്ണൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ പറയാനായിട്ട്? അങ്ങനല്ല, ഈ ആറന്മുള വള്ളസദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ എന്റെ ദൈവമേ, ആറന്മുള വള്ളസദ്യ എന്റെ ഭയങ്കര ആഗ്രഹമാണ് ആറന്മുള വള്ളസദ്യ ഒന്ന് കഴിക്കുക എന്നുള്ളത്. ഇയാള് കഴിച്ചിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അതല്ലേ ആറന്മുള വള്ളസദ്യയുടെ പാറ്റേണിലാണ് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത്. അങ്ങനെയാ. അപ്പൊ നമുക്കിപ്പോ എത്ര കറികളുണ്ട്? നമുക്ക് 8 കൂട്ടം കറി റെഡിയാ. പോരാ. അല്ലല്ല അല്ല, ഞാൻ പറയാം, നമ്മള് ഒരു 8 കൂടെ കൂട്ടിക്കോ. 16 ഇരട്ടിയായി. അപ്പൊ പായസം എത്രയുണ്ട്? പായസം 3 കൂട്ടം ഉണ്ട്. എന്റെ ദൈവമേ, 16 കൂട്ടം കറിയും വെച്ചിട്ട് 3 കൂട്ടം ആൾക്കാർ കേട്ടാത്തല്ല നാണക്കേടല്ലേ. ഒരു 6 ആക്കിക്കോ പായസം. 6 ആയിക്കോളാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചോറ് 2 കൂട്ടം ആക്കാം. എടാ, ചോറ് 1 കൂട്ടനല്ലേ ഉള്ളൂ. പറയുമ്പോ ഇങ്ങനെ ഇരട്ടി പറയുമ്പോ ഞാൻ പിന്നെ എന്തിനാ പറയാതിരിക്കുന്നത്? ചോറ് മതി, ചോറൊന്നും മതി. ബാക്കി കറികളും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ വേറൊരു കേസ്, എന്ത് സാധനം ഉണ്ടാക്കിയാലും ഇവിടുത്തെ മൂത്ത മോനെന്ന നിലയിൽ എനിക്ക് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യാൻ തരണം. അയ്യോ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ ഗണപതിക്ക് വെച്ചിട്ട് ഞങ്ങൾ തുടങ്ങത്തുള്ളൂ. എന്താ വർത്താനോ പറയുന്നത്? ഇതാരെന്നറിയാം? എന്റെ അളിയനാ. എന്റെ അളിയനെ ഗണപതി എന്ന് വിളിക്കാൻ എന്ത് ധൈര്യത്തിൽ വിളിച്ചു? അതും കുബേർ കുഞ്ചു പോലിരിക്കുന്ന എന്റെ അളിയനെ ഗണപതി. എന്തൊരു ഗണപതി ഭഗവാൻ ക്ഷമിക്കത്തില്ല. ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞു. അച്ഛാ, അപ്പൊ എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും സംസാരിക്കുന്നത്
നമ്മുടെ ഷെയറിന്റെ കേസ് കറക്റ്റ്. ഇത് ഞാൻ അങ്ങോട്ട് പറയണം എന്നും പറഞ്ഞിരിക്കുവായിരുന്നു. എന്റെ 100 അച്ഛന്റെ 100 അളിയന്റെ 100 300 ഒരു ഫുൾ എടുക്കുന്നു, നമ്മൾ അടിച്ച് മയങ്ങി കിടക്കുന്നു. അതല്ല അച്ഛാ, നമ്മുടെ ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇത്ര ദൂരം ഇവിടെ വരെ വന്നു. അപ്പൊ നമ്മുടെ വസ്തുവിന്റെ ഭാഗം വെപ്പും കാര്യങ്ങളൊക്കെ നീ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളുടെ പേരിലേക്ക് അച്ഛൻ വസ്തു എഴുതി കഴിഞ്ഞു അല്ലേടി? എഴുതി പിന്നെ അച്ഛൻ വില്ല എഴുതി വെച്ചു. ഇളയ മകളായ ഇവക്ക് ഈ വീട് സ്ഥലവും. അച്ഛാ, വീടും സ്ഥലവും ഒക്കെ കൊടുത്തോ? പക്ഷെ ആധാരം എന്റെ പേര് എഴുതി തരണം. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. അല്ല, ആധാരം അളിയൻ എടുത്തോ, പക്ഷെ വീടും സ്ഥലവും ഞാൻ എടുക്കും. അത് മതി. ഇത് പക്ഷെ നിങ്ങൾ എന്ത് മണ്ടത്തരന്ന് പറയണത്? നമുക്ക് വീട് മാത്രം കിട്ടിയിട്ട് എന്തിനാ ആധാരം ചോദിക്കും? എടി പൊട്ടി, ആധാരം എന്ന് വെച്ചാൽ പേപ്പർ, അത് കീറിപ്പോവും. വീടെന്ന് വെച്ചാൽ അതിനകത്ത് കല്ലും കട്ടയൊക്കെ കൊണ്ട് ഭയങ്കര വിലയാണ്. കല്ലും കട്ട എന്തായാലും പിന്നെ എനിക്ക് അച്ഛാ നീ വിഷമിക്കണ്ട. 4 ഏക്കർ റബ്ബർ തോട്ടം നിന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്. പോരെ? 4 ഏക്കർ എന്തേ? അത് കൊള്ളാം. അതാകുമ്പോൾ അമേരിക്കന്ന് വെളുപ്പിന് 4:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ കയറി ഈ പ്ലേറ്റ് ഇരുന്നുകൊണ്ട് തന്നെ റബ്ബറിൽ തുരിശു അടിച്ച് താഴെ ഇറങ്ങി തല ഒരു തോർത്തും കെട്ടി ഇത്രയും മരവും വെട്ടി ഒരു 11:30 ആകുമ്പോൾ ഇച്ചിരി പാലും എടുത്ത് ഷീറ്റും അടിച്ചിട്ട് വൈകുന്നേരം 6:30 തിരിച്ചൊരു പ്ലേറ്റ് ഉണ്ട്. അതിലെനിക്ക് പോവല്ല അച്ഛാ. മക്കളെ നീ ഇത്ര വിഷമിക്കണ്ട. അച്ഛൻ ഇത് വെട്ടിയിട്ട് ഒട്ടുപാലം അയച്ചു തരാം അങ്ങോട്ട്. ഈ ഒട്ടുപാല അമേരിക്ക കെട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ അച്ഛാ? അല്ല, അതാകുമ്പോ ആളിയൻ അമേരിക്കയിൽ വലിച്ചോണ്ടിരിക്കാൻ. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഭക്ഷണം റെഡിയായെന്ന് തോന്നുന്നു. കഴിക്കാം. ഊണ് റെഡിയായോ? എന്നാ പിന്നെ സാധനം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. എവിടെ ആഞ്ഞെടുത്താ സാധനം കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണേ. കൈ പൊള്ളിയോ? പിന്നെ ആ പപ്പടത്തിലുള്ള എണ്ണ നോക്കിട്ടുണ്ട് കേട്ടോ. ഇയാളെ തന്നെ പപ്പടം കാച്ചുള്ള എണ്ണ എടുത്ത് എന്റെ കൈ ഒഴിച്ചേ. അല്ല, എന്തോ എടുത്താൽ ഈ കയ്യിലോട്ട് കൊണ്ട് ഒഴിക്കണമെന്നല്ലേ പറഞ്ഞേ? എന്നെ തലയിലൊഴിക്കാത്ത ഭാഗ്യവൻ. ഊണ് റെഡിയാണെങ്കിൽ നീട്ടി കിട്ടേ സാർ. ഒരു സെക്കൻഡ് എടുക്കട്ടെ ഒരു സെക്കൻഡ്. അതെ, എന്തല്ലേ അല്ല, ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും ഇരുന്ന് കഴിക്കുന്നത് നമ്മൾ കാണണം അല്ലേ? എന്നിട്ട് നമ്മൾ പിന്നീട് നമുക്ക് അകത്തായാലും ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പൊ അവരിന്ന് കഴിക്കുന്ന ഒരു തൃപ്തിയാണ്, അതൊരു മനസ്സിനൊരു സന്തോഷം. കാര്യം നമ്മൾ അതിനല്ലേ വന്ന്. അല്ല നിന്റെ അളിയനാണ് ഓണത്തിന് വന്നിട്ട് അവൻ ഊണ് കഴിക്കാതിരിക്കുമ്പോ അങ്ങനെയാണോ പറയണത്? അല്ല, ഞാൻ പറഞ്ഞത് എഴുന്നേക്കണം. ഞങ്ങൾ അച്ഛനമ്മ എഴുന്നേക്കുന്നു. അല്ല, ഞാന് കഴിക്കാൻ വേണ്ടി ഇരുന്നല്ല, ചുമ്മാ ഇങ്ങനെ കിടക്കാൻ വേണ്ടി. അവിടെ നിന്ന് എഴുന്നേക്കാം. അവിടെ ഇരിക്കാം. പായിട്ടേക്കണത് ഭക്ഷണം കഴിക്കും. മക്കളെല്ലാം ഇടും. ഞാൻ ഇരിക്കാം. സരസ്വതി ഇരിയടി. ചേർന്നിരുന്ന് കാണണം. മക്കളെ സ്നേഹണ്ട. പൈസയോട്ടം കൂടെ തുടങ്ങാം. നാരങ്ങ അച്ചാർ അങ്ങോട്ട് വിളമ്പാം. ആയിക്കോട്ടെ. പട്ടി അമ്മയല്ല എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ കഴിഞ്ഞ ആഴ്ച അച്ഛനെ പട്ടി അടിച്ചെന്ന്. എൻ്റെ അച്ഛൻ്റെ പൊക്കിള് കണ്ടാടാ നീ? ഇല്ല. ഉദയസൂര്യനെ പോലെ 16 ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചേക്കാണ്. ആണോ? ആ അച്ഛന് നാരങ്ങ അച്ഛൻ നാണം ഉണ്ടാ നിനക്ക്? അച്ഛാ അത് വേണ്ട, അത് കൊടുക്കണ്ട അല്ലേ? അച്ചാർ വേണ്ട. എന്നാ അമ്മയ്ക്ക് വിളമ്പാ. അയ്യോ വേണ്ട, അച്ഛനും കൊടുക്കാത്തൊന്നും എനിക്ക് വേണ്ട. അച്ഛൻ കഴിക്കാത്തൊന്നും അമ്മ കഴിക്കത്തില്ല. അമ്മേ, എടി സ്നേഹം കണ്ടോടി, നീ കഴിച്ചതിന്റെ ബാക്കിയാ ഇപ്പഴും ഞാൻ കഴിക്കുന്നു. അങ്ങനല്ല, ഒരു കാര്യം ചെയ്യേ, കാബേജ് തോരൻ അങ്ങോട്ട് വിളമ്പാ. എന്റെ കയ്യിലോട്ട് ഇവിടെ ആവശ്യമില്ലാത്ത പണി കൊണ്ട് വരരുത്. ഈ കാവേജ് എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഉണ്ടാക്കും അച്ഛന്. അച്ഛനെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ കൊല്ലാനാണോ തന്റെ പദ്ധതി? ഇത് ആവശ്യമില്ല. അപ്പൊ അച്ഛന് വേണ്ടാത്ത അമ്മയ്ക്കും വേണ്ടല്ലോ. വേണ്ട. എന്നാ അവിയൽ വിളമ്പാ. ആയിക്കോട്ടെ. വിളമ്പ്. ഇത്രേ എണ്ണ വെച്ച് കടുവറുത്ത സാധനം എൻ്റെ അച്ഛന്, ഇത്ര ഹൈ കൊളസ്ട്രോളുള്ള മനുഷ്യന് കഴിഞ്ഞ ആഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തിയപ്പോൾ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണയാണ് വന്ന അയാൾക്ക്. അല്ല എനിക്കറിയാം, മനസ്സിലാവും നമ്മൾ ആരോഗ്യം അല്ലേ? മക്കളുടെ സ്നേഹം. എന്നാ പിന്നെ ചോറ് വിളമ്പാ. നീ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാ? ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കണം, വായിന്ന് പഞ്ചസാരയിൽ തെറിക്കണം. അത്രയും ഷുഗറുള്ള മനുഷ്യന് ചോറ് അല്ലേ? ചോറ് കൊടുക്കാൻ പാടില്ല. ഒരു പണിയാ, നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്താലോ? ഓണത്തിന് ആരെങ്കിലും ചപ്പാത്തി കഴിച്ചോടാ പൊട്ട. നീ അത് കറക്റ്റാ. ഒരു കാര്യം ചെയ്യ്, ഓരോ പപ്പടം അങ്ങോട്ട് വിളമ്പാ. പ്രഷറിന്റെ 7 ഗുളിയാണ് കഴിക്കുന്നത് മണിക്കൂർ ഇടവിട്ട്. എന്നാ ചെയ്യാനാ ഈ പായസം? എന്നാ ഒരു കാര്യം ചെയ്യ്, ഓരോ ഗ്ലാസ് പായസം അവർക്ക് കൊണ്ട് കൊടുക്കാം. ഷുഗർ ഉള്ളതുകൊണ്ടാണ് ചോറ് കഴിക്കാത്തത്. അപ്പൊ അയാൾക്ക് പായസം കൊടുക്കാൻ കൊള്ളാം. പായസം കൊടുക്കണ്ട, എന്നാ പിന്നെ ഞാൻ കുടിച്ചേക്കാം. നിന്റെ കണ്ണ് നോക്കട്ടെ, നിനക്ക് ഷുഗർ ഉണ്ട്. ഇന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സംഭവം എല്ലാം തീർന്നു. ഈ ഓണമായിട്ട് ഇവരുടെ മുന്നിൽ ഇലയിട്ടിട്ട് എന്തെങ്കിലും ഒന്ന് വിളമ്പിയില്ലേ? എങ്ങനെ? ഒരു കാര്യം ചെയ്, ഈ അച്ഛനുള്ള മരുന്ന് വല്ലതും ഉണ്ട്, ആ ഇലയിലോട്ട് തട്ടിയിട്ട് ഗുളിയെല്ലാം കൂടെ കഴിക്കട്ടെ. എന്തായാലും കഴിക്കായിരുന്നു അങ്ങനെ, അതുകൊണ്ടാണ്. അല്ല അത് കുഴപ്പമില്ലടാ മക്കളെ. ഇപ്പൊ ഊണ് കഴിച്ചില്ലേലും സന്തോഷമായല്ലോ അല്ലേ? എടാ പിന്നെ ഈ കോടി എടുക്കാനൊന്ന് പോയാലോ? കോടി എടുക്കണ്ടേ ഓണമായിട്ട്? തുണി എടുക്കാനാണോ? ഞങ്ങളിവിടെ പുതിയൊരു കിടുക്കൻ കട തുറന്നിട്ടുണ്ട്. അടിപൊളി, നല്ല കളക്ഷൻ ഉണ്ടോ?
പിന്നെ ഞാനും പുള്ളിയായിട്ട് എന്നാ കണക്ഷനാന്നറിയാം. ഓ അതല്ല ആ. നല്ല കളക്ഷൻ ഉണ്ടോന്ന് അവിടെ. അടിപൊളി. ആ. മേളിൽ പാന്റും താഴെ ഷർട്ടുവാ. ആ, ആ. അത് ഞാൻ ദൈവത്തെ ഇത്ര വർഷമായി ഞാൻ വരും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പം നമ്മൾ തലയിൽ പാൻറ് ഇട്ടിട്ട് കാല് ഷർട്ട് ഇത് എങ്ങനെ നടക്കും അതാണ് ഞാൻ. ചിലപ്പോഴേ അളിയാ ഇങ്ങനെ തലകുത്തനെ നടക്കുമായിരിക്കും ഇങ്ങനെ ഇട്ട്. ആ, അതാണ് ഈ അത് ഭ്രാന്തന്മാരുടെ ആരാ പറഞ്ഞത്? മേളത്തെ നില ഷർട്ടും താഴത്തെ നില പാന്റും ഉണ്ടെന്നാ പറഞ്ഞേ. തലേ പാൻറ് ആ, മേളത്തെ നില പാന്റും താഴത്തെ നില ഷർട്ടും ഉണ്ടെന്നാ പറഞ്ഞേ. തിരിച്ച് പറഞ്ഞു ഇപ്പൊ അച്ഛനും ഇപ്പം പാൻറ്റും ഷർട്ടും കാലിലിട്ട് ജംഗ്ഷനിൽ കൂടെ നടന്നു ഇതൊക്കെ അങ്ങോട്ട് പോകാം. അപ്പൊ നിങ്ങൾ കഴിക്കുന്നില്ലയോ? ഇല്ല ഞങ്ങൾ അകത്തിരുന്ന് കഴിച്ചോളാം. അങ്ങോട്ട് വെച്ചേക്കാം. ഞങ്ങൾ അകത്തിരിക്കാം. ആതിരിക്കാം നമുക്ക് അകത്തിരുന്ന് കഴിച്ചാൽ മതിയല്ലോ. അത് മതി, നമുക്ക് അകത്തിരുന്ന് കഴിക്കാം. അമേരിക്കയിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വാ, വെരി ഗുഡ്. ഞാൻ ഒരു തണുത്ത സോഡ മേടിച്ചിട്ടുണ്ടോ? വീഡിയോ ഗെയിം കളിക്കാൻ തണുത്ത സോഡ എന്തിനാ? അമേരിക്കൻ ഒരു സാധനം അമേരിക്കയിൽ ഒരു വീഡിയോ ഗെയിം കൊണ്ടുവന്നു. സൂപ്പർ കിടില സാധനമാണ്. ചിരിച്ച് മരിക്കും കുറെ നേരം. ഒരു പാവ കിടന്ന് ചേട്ടാ ഞാൻ കുറെ നേരം ഞാൻ പ്ലേറ്റ് ഇരുന്ന് കളിച്ചു കുറെ നേരം. എന്തായാലും ഒരുപാട് സന്തോഷായി. മക്കൾ വന്ന് അവരുമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റിയല്ല. അതെ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ. അച്ഛാ ആ അതെ ആ വേറെ തോന്നരുത്. എനിക്ക് വൈകിട്ട് തന്നെ പോകണം. ഇന്ന് പോണോ? ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത അച്ഛൻ. ഞാൻ അതല്ല ഞാൻ എന്തായാലും വന്ന് നിങ്ങളെ കണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഓടി വന്നു. അപ്പം ഞാനൊന്ന് അച്ഛൻ്റെ ചടങ്ങ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നത്. അപ്പം എന്തായാലും ഓണം സന്തോഷമായി. അപ്പം എന്തായാലും അച്ഛാ എനിക്ക് പോകണം. കണ്ണു നിറയെ കണ്ട പോലും ഇല്ലല്ലോ മക്കളെ. അമ്മേ ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കി. ജോലി തിരക്ക് എവിടെയായാലും എന്ത് എന്റെ അമ്മയച്ഛന് സുഖമായിട്ട് അത്രമാത്രം ആ പ്രാർത്ഥന. ഒന്നും വേണ്ട, അല്ല ഇരിക്കട്ടെ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട മക്കളെ. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നമ്മള് തിരക്ക് അല്ലേ, അതുകൊണ്ടല്ലേ. ഇത് ഡോളറാണോടാ? ഡോളറല്ല, ആ കാറ്ററിംഗുകാരൻ തന്ന ബില്ല് കൊടുത്തേക്കണം കറക്റ്റ് ആയിട്ട്. ടിപ്പൊന്നും കൊടുത്തോളല്ലേ അളിയപ്പം. ഞാൻ ഉറങ്ങും. ഞാൻ ഇറങ്ങാണോ? അല്ല എനിക്ക് മറ്റേ അക്കമില്ലാത്തോണ്ട് പോകാനൊക്കത്തില്ല ഡയറക്റ്റ്. അപ്പൊ എവളെ ഞാൻ ഫ്ലൈറ്റ് കയറ്റി വിടും. ഞാൻ കള്ള വണ്ടിക്ക് അങ്ങ് ചാടും. അപ്പൊ ശരിയെന്നാ. ഓക്കെ ഓക്കെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓക്കെ 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 ഹാപ്പി ഓണം. ചുമ്മാ ഇവന്റെ ഒരു കാര്യം. അമേരിക്ക നിങ്ങൾ എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? അയ്യോ കാര്യമുണ്ട്. എന്ത്? എടി ഇത്തവണത്തെ ഓണത്തിന് നമ്മുടെ മക്കള് രണ്ടുപേരും വന്ന് നമ്മളോടൊപ്പം സദ്യ കഴിച്ച് ഈ കോടിയെടുത്ത് ആ സന്തോഷത്തിൽ ഞാൻ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? അല്ല നമ്മുടെ മക്കള് വന്നായിട്ട് ഞാൻ സ്വപ്നം കണ്ടടി ഓണത്തിന് എല്ലാരും വന്നിട്ടേ. നിങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും അവരെ കാണാനും അവരോടൊപ്പം ഓണം ഉണ്ണാനും ഒക്കെ പറ്റിയല്ലോ. എനിക്ക് അതിനുള്ള ഭാഗ്യവും ഉണ്ടായി. സരസ്വതി വിശന്നിട്ട് വയ്യ. ഈ ഓണനാളിൽ പട്ടിണിയായിട്ടിരിക്കണ രണ്ടുപേരെ ഉണ്ടാവുള്ളൂ, ഞാനും നീ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഏയ് മക്കളോ, അവരോട് പോകാൻ പറ. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് എന്നും ഓണമാ മനുഷ്യ, പൊന്നോണം. സരസ്വതി മാവേലി തമ്പുരാൻ, അയ്യോ നമ്മുടെ മാവേലി തമ്പുരാൻ. തമ്പുരാനെ, തമ്പുരാനെ വിദേശത്തു നിന്നും മക്കളൊക്കെ വന്ന് ഓണമൊക്കെ ആഘോഷിച്ച് ഓണസദ്യയൊക്കെ കഴിച്ച് തിരിച്ചുപോയി അല്ലേ? അതെ. രണ്ടുപേരും ഒന്നും കഴിച്ചില്ലല്ലോ. ഇല്ല, വിഷമിക്കണ്ട. ഓണത്തപ്പനായി ഞാനുള്ളപ്പോ നിങ്ങൾ പട്ടിണിയിരിക്കില്ല. നിങ്ങൾക്കുള്ള ഒരു പൊതി ചോറ് ഞാൻ കരുതിയിട്ടുണ്ട്. ദാ കഴിച്ചോളൂ. എന്റെ വിഷമം അതല്ല, ഈ കാട്ടിക്കൂട്ടുന്ന കുട്ടികൾ അറിയുന്നില്ലല്ലോ നാളെ ഒരു പൊതി ചോറ് ഞാൻ ഇവർക്കും കരുതിയിട്ടുണ്ടെന്ന്.